നമസ്കാരം. ഇന്ന് നമുക്ക് അടുത്ത തേങ്ങ ഇല്ലാത്ത ചമ്മന്തി ഉണ്ടാക്കാം. ഇതിൽ വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ചമ്മന്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻവെൻഷനാണ്. ഒരു ദിവസം അങ്ങനെ ഒരു പാർട്ടിക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പം എൻ്റെ ഒരു കോംപ്ലിമെൻറ്റിന് ഞാൻ ഒരു എരിവുള്ള ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞപ്പം പെട്ടെന്നല്ലേ, വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, രാവിലെ കൊടുക്കണം. അപ്പം ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയപ്പം ഭയങ്കര റെസ്പോൺസായിരുന്നു. ചമ്മന്തി ചമ്മന്തിയായിരുന്നു. എല്ലാവരും അടിപിടിന്ന് ചമ്മന്തി കാലിയായി. ചമ്മന്തിയാണ് അന്ന് ടാക്ക് ഓഫ് ദ ടൗൺ ആയിരുന്നു. അപ്പോൾ ആ ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോണേ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വെറും ടൊമാറ്റോ, വറ്റൽമുളക്, പുളി, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കടുക് വറുക്കാനായിട്ട് കടുക്, കറിവേപ്പില, കായം, എണ്ണ, ഉപ്പ്, ഇതൊക്കെയാണ്. പക്ഷേ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടൊമാറ്റോ, വറ്റൽമുളക്, കുറച്ച് പുളി, ഇത്രയേ ഉള്ളൂ. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം അടുപ്പ് കത്തിക്കാം. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം വറ്റൽമുളക് ഇടാം. ഈ വറ്റൽമുളക് ഇപ്പം നല്ലപോലെ ചൂടായി. ഇനി ടൊമാറ്റോ ഇടാം. ടൊമാറ്റോയും കുറച്ച് പുളിയും, കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ടൊമാറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം ടൊമാറ്റോ നല്ലപോലെ വെന്തു. ഇതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നു. ഇനി കടുക് വറുക്കാം. ഇപ്പം ഈ ചമ്മന്തി റെഡിയായി. ഇതിന് ഈ കടുക് വറുക്കുമ്പം കുറച്ച് അധികം എണ്ണ ഒഴിക്കണം. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര എരിവല്ലേ, അപ്പം വയറ്റിന് പ്രശ്നങ്ങൾ വരും. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുവാണെങ്കിൽ ആ എരിവ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി നാളെ വേറൊരു തേങ്ങ ഇല്ലാത്ത ചമ്മന്തിയുമായിട്ട് കാണാം. താങ്ക് യു.